ലെന ചേച്ചി കഴിഞ്ഞ ജന്മത്തിൽ ഒരു ടിബറ്റൻ മേഖലയിലെ സന്യാസിനിയായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. സാറിന് എന്ത് തോന്നുന്നു? കിട്ടിയത് കാണില്ലേ, നമ്മൾ സെയിം ഹെയർ സ്റ്റൈലും കൂടെയാണ്. സാർ എത്രയോ വലിയ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാണ് എന്റെ ബെറ്റർ ഹാഫ് എന്ന് തോന്നിയ ആ മൊമെന്റ് ഏതായിരുന്നു? When I saw her eyes. ഓ, കണ്ണ് കണ്ടപ്പോ അതെ, ശരിക്കും അതും താങ്ക്സ് ടു ഡിജിറ്റൽ മീഡിയ. പ്രണയം വിവാഹത്തിന് ശേഷം വളർന്നുണ്ടായ കാര്യമാണ്. പ്രണയമായിട്ട് We straight away got married. ലാലേട്ടൻ എന്റെ സ്പിരിച്വൽ ഗുരു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ലെന ആക്ട്രസിന്റെ സ്പിരിച്വൽ ഗുരു ലാലേട്ടനോ? സംതിങ് ഇസ് നോട്ട് മാച്ചിങ്. You can say that you remember past lives, but if you know that the whole world is Maya, then even your story of past lives is also make believe. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡ്രീംസ് കാണില്ലേ, വളരെ റിയൽ ആയിരുന്നു എന്ന് തോന്നുന്ന ഡ്രീംസ്, അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് ലൈഫ്സ് കാണുന്നത്. ഒരു വെറുതെ ഒരു ഊഹാഭോഗം പോലെയല്ല. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. മലയാള സിനിമയിലെ ബന്ധപ്പെട്ടിട്ട് ഒരു അഭിമാന നിമിഷം കൂടിയാണ് ഞങ്ങൾ ഇനി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ കാറ്റഗറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഡാസ്ലർ റിട്ടേൺ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് 2026 കാറ്റഗറി എന്താണെന്ന് സൈചേട്ടൻ പറയാൻ പോകുന്നു. ഡാസ്ലർ റിട്ടേൺ മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ട്രസ് മലയാളം. ഡാസ്ലർ റിട്ടേൺ മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ട്രസ് മലയാളം ആരാണെന്ന് സൈചേട്ടൻ പറയാൻ പോവാണ്. സൈചേട്ടൻ റെഡി? ലെന. മൂവീസ് ഔസേപ്പിന്റെ ഔസേപ്പ് ആൻഡ് വലത്ത് വശത്തെ കള്ളൻ. ലെനയാണ് ഞങ്ങളുടെ ഡാസ്ലർ റിട്ടേൺ ഇന്നത്തെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ബെസ്റ്റ് ആക്ട്രസ് ഇൻ മലയാളം ലഭിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ലെന. താങ്ക് യു സോ മച്ച്. സോ സൈചേട്ടനാണ് ആദ്യം ഞങ്ങളുടെ അവാർഡ് നൽകുന്നത്. സൈചേട്ട, പ്ലീസ് ഡു ദി ഓണർ. നൽകുന്ന ഗിഫ്റ്റ് കൂടി ഞങ്ങൾ ഇവിടെ ഇതാ നൽകാൻ പോവാണ്. ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റും കൂടി നൽകുകയാണ്. ഞങ്ങളുടെ ഇത്തവണത്തെ മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ട്രസ് ആണ് ഞങ്ങൾ ഇവിടെ ഇതാ നൽകുന്ന സർട്ടിഫിക്കറ്റ് കൂടി സൈചേട്ടൻ നൽകുന്നു. ഏറ്റവും വലിയ ടാഗ് ആണ് ഞങ്ങൾക്കറിയാം. വൈവിധ്യമാർന്ന ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള റോൾസ് കൈകാര്യം ചെയ്യുന്ന മലയാളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഞങ്ങളുടെ സ്വന്തം ലെന. ഞങ്ങൾക്ക് അഭിമാനമാണല്ലേ സൈചേട്ടാ? ലെന ചേച്ചി കാണുമ്പോൾ വലതുവശത്തെ കള്ളനിലെ റോള് പറയാതിരിക്കാൻ വയ്യ. ജോജുവുമായിട്ട് കെട്ടപ്പിടിച്ച് സ്ക്രീനിൽ നിൽക്കുന്ന ഞങ്ങൾ കണ്ടു. ലെന ചേച്ചി, എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ആദ്യമേ ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ് ടു ബി ഹിയർ ഓൺ ഏറ്റവും ന്യൂ ഏജ് അവാർഡ് നൈറ്റ് എന്ന് പറയണം, ഡിജിറ്റൽ മീഡിയ അവാർഡ്സ്. ഐ തിങ്ക് ദിസ് ഇസ് കട്ടിംഗ് എഡ്ജ് ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. ആൻഡ് നിങ്ങളെല്ലാവരും ഡിജിറ്റൽ മീഡിയയിലുള്ളവരെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ സിനിമയിലുള്ളവരെയും കൂടെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി. ഐ എം വെരി പ്രൗഡ് ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ ദി അവാർഡ്. എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, ചേച്ചി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് ഒരുപാട് ആരാധിക്കുന്ന ഞങ്ങളുടെ പ്രശാന്ത് സർ ഇതെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി എത്രയൊക്കെ ഒപ്പിയെടുത്തിട്ടും സൗന്ദര്യം മതിയാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നു, ഹബ്ബിക്ക് തോന്നുന്നത്. സൈചേട്ടാ, നിന്ന് മടുത്തോ? ഞങ്ങളൊരു 5 മിനിറ്റ് റെസ്റ്റ് മാത്രം തരട്ടെ? ഓക്കെ ഓക്കെ ഓക്കെ. സൈചേട്ടൻ ഞങ്ങളൊന്ന് സീറ്റഡ് ആക്കുകയാണ്. ഒപ്പം തന്നെ പ്രശാന്ത് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. പ്രശാന്ത് സാർ, ക്യാമറ ആർക്കെങ്കിലും കൈമാറിയിട്ട് സാർ ഒന്ന് വരണം. കാരണം ലെന ചേച്ചിയെ ലെൻസിലൂടെയും നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രശാന്ത് സാർ. ഓ മൈ ഗോഡ്, I must say, like, I have a huge respect for you, sir. കാരണം ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ നാസയുടെ ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്പേസ് സെന്റർ വിസിറ്റ് ചെയ്യുമ്പോഴാണ് എന്തുമാത്രം കാര്യങ്ങളാണ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു, സർ. ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. താങ്ക് യു സർ. സർ, എന്താണ് ശരിക്കും മലയാളത്തിന്റെ അഭിമാനമാണ്. ഞങ്ങളുടെ അഭിമാനത്തെ ഏറ്റെടുത്തപ്പോൾ എന്ത് തോന്നി സർ? അതെനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത്. താങ്ക് യു ഫോർ ഗിവിംഗ് ഹെർ ടു മീ. സോ ഐ ഹാവ് ടു ആസ്ക് യു, എങ്ങനെ ഇയാളെ കിട്ടി? How did you make sure that she's ready for me to come and marry her? ശരിക്കും ഞങ്ങൾക്ക് തരണം എന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെന ചേച്ചിയെ. പിന്നെ ലെന ചേച്ചി പറയുന്ന കാര്യങ്ങള് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചേച്ചി പറയുന്ന പല ആധ്യാത്മിക കാര്യങ്ങളും. പക്ഷെ പുള്ളി ചോദിച്ച കാര്യം സത്യസന്ധമാണ്. ബിക്കോസ്
പ്രശാന്ത് ഏട്ടൻ എന്നെ കണ്ട് കല്യാണം ആലോചിക്കണം എന്ന് വിചാരിച്ചത് യൂട്യൂബിൽ വൈറലായ ഒരു വീഡിയോ വഴിയാണ്. റിയലി സാർ ഏതായിരുന്നു ആ വീഡിയോ എന്ന് പറയൂ, കാരണം ഒരുപാട് വീഡിയോ വൈറൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടനെ എൻ്റെ സ്പിരിച്വൽ ഗുരു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ലെന ആക്ട്രസിന്റെ സ്പിരിച്വൽ ഗുരു ലാലേട്ടനോ? സംതിങ് ഇസ് നോട്ട് മാച്ചിങ്. പിന്നെ ഞാൻ കണ്ടു കുറേ ട്രോൾ ഉണ്ടായിരുന്നു എന്ന് താഴെ. ബട്ട് ദെൻ ഐ സെഡ് ഷീ സ്പീക്കിംഗ് സോ മച്ച് ഓഫ് സെൻസ്. Those people have not understood it, but I thank them because they trolled her. This YouTube algorithm adine ivade vechu right in front of me, because of the algorithm likes trolls. So I have to thank all the trolls for making sure that, you know, Lena comes within my view in the YouTube, and then the rest is history. Thank you. ആൻഡ് സർ, ലെന ചേച്ചി കഴിഞ്ഞ ജന്മത്തിൽ ഒരു ടിബറ്റൻ മേഖലയിലെ സന്യാസിനിയായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. സാറിന് എന്ത് തോന്നുന്നു? അതുകൊണ്ടാണോ സാറിന് ഇത് കിട്ടിയത്? കാണില്ലേ, നമ്മൾ സെയിം ഹെയർ സ്റ്റൈലും കൂടെയാണ്. സോ അപ്പോൾ അതുകൊണ്ടാണോ സർ ഒരു ടിബറ്റൻ സന്യാസിനി? ചേച്ചി യു ആർ ഷുവർ ഓൺ ദാറ്റ് അല്ലേ? എൻ്റെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡിൽ ഐ ടോക്ക് അബൌട്ട് 3 ഡിഫറെൻറ്റ് വേസ് ടു ലുക്ക് അറ്റ് പാസ്റ്റ് ലൈഫ്സ്. പാസ്റ്റ് ലൈഫ്സിനെ ഓർക്കുന്നതിനെ കുറിച്ച് ആക്ച്വലി ഇന്നലെ ആലപ്പി അഷ്റഫ് സർ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പുള്ളി അത്രയും നന്നായിട്ട് അതൊരു കേസ് സ്റ്റഡി പോലെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, യു ക്യാൻ സേ ദറ്റ് യു റിമെമ്പർ പാസ്റ്റ് ലൈഫ്സ്, ബട്ട് ഇഫ് യു നോ ദറ്റ് ദ ഹോൾ വേൾഡ് ഇസ് മായ, ദെൻ ഈവൻ യുവർ സ്റ്റോറി ഓഫ് പാസ്റ്റ് ലൈഫ്സ് ഇസ് ഓൾസോ മേക്ക് ബിലീവ്. സോ അതാ പറയുന്നത്, ഇറ്റ്സ് ജസ്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പം നമ്മളത് ഇവിടെ പറഞ്ഞാൽ ഇനിയും എല്ലാവരുടെ ചുറ്റിനും ഇങ്ങനെ കിളി ഇങ്ങനെ പറക്കും, ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പം മനസ്സിലാവുന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ. ആൻഡ് സാറിന്റെ പാസ്റ്റ് ലൈഫിൽ സാർ എന്തായിരിക്കും എന്നാണ് ചേച്ചിയുടെ ഒരു പെർസെപ്ഷനിൽ? സാറിന്റെ പാസ്റ്റ് ലൈഫ്സ് ഒരു പെർസെപ്ഷൻ അല്ല, ഇറ്റ്സ് എ വെരി എക്സ്പീരിയൻഷ്യൽ, ഇറ്റ്സ് ലൈക്ക് എ ലൂസിഡ് ഡ്രീം. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡ്രീംസ് കാണില്ലേ, വളരെ റിയൽ ആയിരുന്നു എന്ന് തോന്നുന്ന ഡ്രീംസ്, അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് ലൈഫ്സ് കാണുന്നത്. വെറുതെ ഒരു ഊഹാഭോഗം പോലെയല്ല. എന്നാൽ സ്വപ്നത്തിൽ ഈ മുഖം കണ്ടിരുന്നോ ചേച്ചി എപ്പോഴെങ്കിലും ലൈഫിൽ? സ്വപ്നത്തിൽ ഈ മുഖം കണ്ടിട്ടില്ല, ബട്ട് ഐ ഓൾവേസ് ന്യൂ ദാറ്റ് ഫോർ എവ്രി വൺ ദർ ഇസ് ദിയർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, and I think I have found mine. നിങ്ങൾ ആരാണ് പ്രണയം തുറന്നു പറഞ്ഞത്? ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും സാർ ആയിരുന്നോ ചേച്ചിയായിരുന്നോ പ്രണയം തുറന്നു പറഞ്ഞത്? പ്രണയം വിവാഹത്തിന് ശേഷം വളർന്നുണ്ടായ കാര്യമാണ്. പ്രണയമായിട്ട് Because we straight away got married. ഓ വാ. Arranged marriage ആയിരുന്നു. അപ്പോൾ വിവാഹത്തിന് ശേഷമാണ് പ്രണയത്തിലോട്ട് സാർ കടന്നത്. എത്രയോ വലിയ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാണ് എന്റെ ബെറ്റർ ഹാഫ് എന്ന് തോന്നിയ ആ മൊമെന്റ് ഏതായിരുന്നു? when I saw her eyes. ഓ കണ്ണിൽ കണ്ണ് കണ്ടപ്പോ? അതെ, ശരിക്കും അതും താങ്ക്സ് ടു ഡിജിറ്റൽ മീഡിയ ഇൻ ദിസ് ഏജ്. സോ ഡിജിറ്റൽ മീഡിയ അഡ്വർടൈസ്മെന്റ് താങ്ക്സ് ടു ഡിജിറ്റൽ മീഡിയ, ദാറ്റ് ഇസ് TV. I saw those eyes and I thought there's something in that. So വാവ്, സൂപ്പർ. അല്ല ചേച്ചി ഭയങ്കര സുന്ദരിയാണ്, ഞങ്ങൾക്കറിയാം. എന്നാലും ഭാര്യയായിട്ട് ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ സാറിനുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണ്? actually she's like a, and I'm sure എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും, that you know, we look in front of the mirror, നമ്മുടെ റിഫ്ലക്ഷൻ കാണും. പക്ഷേ for me Lena is the one who reflects my own thoughts and is my harshest critic. So a person who can actually speak with lot of honesty and then make sure that it is also with love, ആ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ലൈഫ് പാർട്ട്ണറിലാണ്. ആൻഡ് ഫോർ മീ ഷീ ഗേവ് മീ ദാറ്റ്, സോ ദാറ്റ് ഷീ ഡിഡ്ന്റ് ജസ്റ്റ് ടെൽ ഗുഡ് തിങ്സ്, ഷീ ഓൾസോ ടോൾഡ് മീ മൈ ഡാർക്കസ്റ്റ് ഷാഡോസ്. So for me that was very good, because I think namku, you know, to evolve as a human being, that's a very important thing. Super. Thank you so much, sir. We are truly blessed and it's actually a privilege having you here, sir. കാരണം ലോകം മൊത്തം ആരാധിക്കുന്ന ഒരാൾ കൂടിയാണ് സർ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. രഞ്ജിനി മേനൻ, രഞ്ജിനി ചേച്ചിനെ ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. കൂടാതെ തന്നെ ലെസ്വാൻ യുണീക് സിഗ്നേച്ചറിന്റെ ഫൗണ്ടർ കൂടിയായ ഫൈസലിനെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്ന് ഇവന്റ് കമ്പനിയിൽ ഫാഷൻ ഇവന്റ്സ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്ന ലെസ്വാൻ യുണീക് സിഗ്നേച്ചറിന്റെ ഫൗണ്ടർ കൂടിയാണ് അദ്ദേഹം. ഏറ്റവും വലിയ ഫാഷൻ റിലേറ്റഡ് ഇവന്റ്സ് ഒക്കെ ചെയ്യുന്ന ഇവന്റ് കമ്പനിയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഇവന്റ് ഹസ് ബീൻ സെലിബ്രേറ്റഡ് ബൈ ലെസ്വാൻ യുണീക് സിഗ്നേച്ചർ ആണ്. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളുടെ അടുത്ത കാറ്റഗറി നൽകാൻ പോകുന്നത്. അത് കാറ്റഗറി ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞങ്ങളുടെ ഡാസ്ലറേറ്റ് ആണ്. കാറ്റഗറി ഏതാണ് ചേച്ചി? എനിക്ക് എന്ത് സന്തോഷം എന്നറിയോ? ഡാസ്ലർ എറ്റേണ ഓണർ ഓഫ് ഡിസ്റ്റിങ്ഷൻ ഗോസ് ടു ഓണർ ഓഫ് ഡിസ്റ്റിങ്ഷൻ അവാർഡ് ആർക്കാണ്? ഗോസ് ടു അവർ ഓൺ ഷെഫ് സുരേഷ് പിള്ളൈ. ഷെഫ് സുരേഷ് പിള്ളൈ, ഞങ്ങളുടെ ഷെഫ് സുരേഷ് പിള്ളയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്.
സാറിനെ നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഷെഫ് അവാർഡ് നൽകുന്നത് അസ്കർ ആണ്. അവാർഡ് നൽകുന്നത് അസ്കർ. പ്ലീസ് ഡു ദി ഓണർ. മെമെന്റോ നൽകുന്നത് അസ്കർ ആണ്. ആൻഡ് ഡാസ്ലർ റിട്ടേണയുടെ ഗിഫ്റ്റ് ഞങ്ങളുടെ ഫൈസലു ആണ് നൽകുന്നത്. ഷെഫ് പിള്ളയാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. സോ ഞങ്ങളുടെ ഷെഫ് സുരേഷ് പിള്ളൈ ഞങ്ങളുടെ ഓണർ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണ്. താങ്ക് യു സോ മച്ച്. ഷെഫ് പിള്ളയാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. മലയാളികളുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്ന ഞങ്ങളുടെ ഷെഫ്, മാസ്റ്റർ ഷെഫ് ഇസ് ഓൾ ഹിയർ. എന്താണ് ഷെഫിന് ഞങ്ങളോട് പറയാനുള്ളതെന്ന് ഈ ഒരു മൊമെന്റിൽ നോക്കാം. ഒരുപാട് സന്തോഷം. ഒത്തിരി പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ ഒരു അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഡിജിറ്റലി ലോകം മാറുന്ന ഒരു സമയത്ത് പണ്ടൊക്കെ ഉള്ളതിനേക്കാട്ടിൽ വലിയൊരു രീതിയിലുള്ളൊരു കാര്യം നമ്മൾ കാണണം, പ്രത്യേകിച്ച് കേരളത്തിലും കാണണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവാൻ പറ്റുക, ഇങ്ങനെയൊക്കെ നിങ്ങളെയൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷം. താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ സംഘടിപ്പിച്ച് അവരുടെ പ്രതിഭകൾ, അങ്ങനെ പുതിയ ഏറ്റവും നല്ല ടാലൻ്റ് ഉള്ളവരെയും പുതുതായിട്ട് വരുന്നവരെയൊക്കെ ഇങ്ങനെ അവരെ അംഗീകരിക്കുമ്പോഴാണല്ലോ അവർക്ക് അവരുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുക. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഈ ഒരു സംരംഭം, ഓൾ ദ ബെസ്റ്റ്. ഭയങ്കര ഒരു താങ്ക് യു. ഈ ഷെഫ് പല ഡിഷസും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനായിട്ട് തോന്നും, നമ്മുടെയൊക്കെ നാവിൽ ഇങ്ങനെ വെള്ളം ഊറും. ഷെഫിന്റെ ഏറ്റവും വലിയ കംഫർട്ട് ഫുഡ് ഏതാണ്? 24/7 ഇതാണെങ്കിലും ഷെഫ് കഴിക്കും എന്ന് പറയുന്ന ഒരു ഫുഡ്? നമ്മുടെ നാടൻ ഒത്തിരി ഭക്ഷണമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ തന്നെ ഭക്ഷണമാണ്. നമ്മുടെ അപ്പോൾ ഒരു മുട്ടക്കറിയൊക്കെ കിട്ടുവാണെങ്കിൽ എനി മീൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അതാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിലൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല മൊരിഞ്ഞ വെള്ളയപ്പം, അതിൻ്റെ കൂടെ താറാമുട്ട, ഒരു വലിയ എരിവൊന്നും ഇല്ലാത്ത രീതിയിൽ ഉള്ളി മസാലക്കകത്ത് അത് കഴിക്കുന്ന ഏറ്റവും സിമ്പിൾ ഒരു കേരളത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആണ്. സൂപ്പർ. എന്തായാലും ഷെഫ് പിള്ള അദ്ദേഹം എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം എത്തിയതിനുള്ള എല്ലാ സന്തോഷം അറിയിക്കുകയാണ്. സർ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം. ബാക്കി രഞ്ജൻ ചേച്ചിക്കും അസ്കറിന് വിഷിംഗ് ഓൾ ദ സക്സസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ മൂവി സംഭവം. നാളെ ഞങ്ങൾ എല്ലാവരും തിയേറ്റേഴ്സിൽ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച് ഡിയർ. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇത് ഇന്ന് തന്നെ പോയി കാണണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വളരെ ഗംഭീരമല്ലേ? അപ്പോൾ ആ ഒരു ഈ സിനിമയെക്കുറിച്ച് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി കേട്ടില്ല, പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു 2 minutes ട്രെയിലർ അത്ര എൻഗേജ് ചെയ്തിട്ട് ആ കാട്ടിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ. ലെസ്വാൻ, താങ്ക് യു സോ മച്ച്. ഫൈസലൂന് നല്ലൊരു കൈയടി നൽകാണ്. ബ്യൂട്ടിഫുള്ളി യു ആർ ക്രാഫ്റ്റിംഗ് ഔട്ട് ദി ഇവന്റ്. രഞ്ജൻ ചേച്ചി, ഷെഫ് പിള്ളൈ സാറിനെ ഞങ്ങൾ ഒന്നുകൂടി ഹോൾഡ് ചെയ്യാണ്. വേറൊന്നുമല്ല, അടുത്ത അവാർഡ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് സാറാണ്. അവാർഡ് കാറ്റഗറി ഏതാണെന്ന് സാറിനോടൊന്ന് അനൗൺസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഡാസ്ലർ റിട്ടേൺ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് സാർ ഒരാളെ കൂടി ഞാൻ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം ഷെഫ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പറയണം, എന്നോട് ടിനിച്ചേട്ടൻ പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് കുക്ക് ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ പേരാണ് പറഞ്ഞത്. മറ്റാരുമല്ല, ഞങ്ങളുടെ സ്വന്തം പൊന്നമ്മ ബാബു ചേച്ചി. ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചിയാണ് ഞങ്ങൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. പൊന്നമ്മ ചേച്ചിനെ കൂടി ഷെഫിനോടൊപ്പം വേദിയിൽ നിൽക്കാനായിട്ട്, വേദി പങ്കിടാനായിട്ട് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ മുഹമ്മദ് ഷമീറിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ റിഫ്രഷ്മെന്റ് പാർട്ണർ കൂടിയായ മുസ്രീസ് ചോയ്സിന്റെ MD ആണ്, മാനേജിംഗ് ഡയറക്ടർ ആണ്. അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പൊന്നമ്മ ചേച്ചി വേദിയിലെത്തുന്നു. ഷെഫിനെ പോലെ തന്നെ ഞങ്ങളുടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പാചകക്കാരി കൂടിയാണ്. ടിനിച്ചേട്ടൻ അത് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 3 പേരും പാചക കലയിലെ വൈദഗ്ധ്യം തെളിയിച്ച 3 പേരാണ്. ഞങ്ങളുടെ ഇന്നത്തെ റിഫ്രഷ്മെന്റ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ മുസ്രീസ് ആണ്. മുസ്രീസ് ചോയ്സിനെ പറ്റി നമുക്കറിയാം, ഏറ്റവും നല്ല ഭക്ഷണം നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ടീം കൂടിയാണ്. വൺ ഓഫ് ദ ബ്രാൻഡഡ് ടീം ഹിയർ ഇൻ കേരള. സോ മുസ്രീസ് ചോയ്സ്, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് ഇറ്റ് ടുഡേ. സോ സാറാണ് ഇനി ആദ്യം അവാർഡ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സർ, കാറ്റഗറി ഏതാണ്? ഡാസ്ലർ റിട്ടേൺ ബെസ്റ്റ് ആക്ടർ OTT മൂവി 2025. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. ബെസ്റ്റ് ആക്ടർ ആരാണെന്ന് അറിയുന്നു. OTT മൂവിയിലെ ബെസ്റ്റ് ആക്ടർ ആരാണെന്ന് ഷെഫ് പിള്ളൈ സർ അനൗൺസ് ചെയ്യുന്നു. സർ, ആരാണ്? The award goes to our
സൈജു കുറുപ്പ്. സൈജു കുറുപ്പാണ് ഞങ്ങളുടെ അഭിലാഷം എന്ന ചിത്രത്തിലെ OTT മൂവിയിലെ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ഇവിടെ ഇതാ നേടുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ കാറ്റഗറിയിലെ OTTയിലെ ബെസ്റ്റ് ആക്ടർ അവാർഡാണ് സൈജു കുറുപ്പ്. അവാർഡ് മെമെന്റോ കൊടുക്കാം പ്ലീസ്. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് ഷെഫ് പിള്ളൈ സാറാണ് മെമെന്റോ നൽകുന്നത്. സൈജേനാണ് അഭിലാഷം എന്ന ചിത്രത്തിന്. പ്ലീസ്. സർട്ടിഫിക്കറ്റ് പൊന്നമ്മ ബാബു ചേച്ചിയാണ് കൊടുക്കുന്നത്. പൊന്നമ്മ ചേച്ചി പ്ലീസ്. ഡാസ്ലർ ചെന്നൈയുടെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ മുസ്ലിം ചോയ്സിന് വേണ്ടി ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആണ് നൽകുന്നത്. ബെസ്റ്റ് ആക്ടർ OTT മൂവി അഭിലാഷത്തിന് സൈചേട്ടനാണ് അവാർഡ്. സൈചേട്ടൻ അഭിലാഷത്തിന്റെ ടീം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അവരെയും കൂടി ഞങ്ങൾ ഒന്ന് വേദിയിലേക്ക് ഈ ഒരു മൊമെന്റിൽ ഇൻവൈറ്റ് ചെയ്യണം. അഭിലാഷത്തിന്റെ ടീമാണ് വേദിയിലേക്ക് എത്താനായിട്ട് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. പ്ലീസ്. സൈജു ചേട്ടനാണ് അതിലെ ബെസ്റ്റ് ആക്ടർ ഇവിടെ അവാർഡ് നേടിയിരിക്കുന്നത്. അഭിലാഷത്തെ പറ്റി ഓർക്കുമ്പോൾ എന്താണ് സൈചേട്ടൻ പറയാനുള്ളത്? കാരണം OTTയിൽ ഇത്രയും വലിയ ഇത് ഇത്രയും നന്നായിട്ട് റിസീവ് ചെയ്യുന്ന സൈചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഒരു മലയാളം സിനിമ OTTയിൽ വരികയും ഒരു വലിയ സക്സസ് ആകുകയും, ഇപ്പോൾ നമ്മൾ തിയേറ്ററിലാണ് ജനറലി നമ്മൾ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ OTTയിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു പടം ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയപ്പെട്ടത് ഭരതനാട്യമായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് OTTയിലും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. ഒരുപാട് പേര് വളരെ കുറവ് സമയം കൊണ്ട് ഒരുപാട് പേര് കണ്ട സിനിമയായിരുന്നു ആ സമയത്ത് ഭരതനാട്യം, ആ വർഷത്തെ. അപ്പം മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒരു സിനിമ നമ്മുടെയും കൂടെ ആകുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷവും ഒക്കെ ആയിരുന്നു. അതിനുശേഷം അതിൻ്റെ അടുത്ത വർഷം അഭിലാഷം എന്ന് പറഞ്ഞ സിനിമ വരുന്നു. അത് എൻറ്റയർലി വേറൊരു ജോണറിൽ വരുന്ന കോമഡി ഒന്നും അല്ല സിനിമ. ഒരു ഫാമിലി ഫീൽ ഗുഡ്, ഒരു റൊമാൻറ്റിക് ഒരു ആംഗിളുള്ളൊരു മൂവിയായിരുന്നു. ലോസ്റ്റ് ലവിനെ പറ്റിയുള്ള ഒരു മൂവിയായിരുന്നു അഭിലാഷം. അതും ഇതേപോലെ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറുക. അപ്പോൾ എനിക്ക് അടുപ്പിച്ച് OTTയിൽ 2 വർഷം എനിക്ക് അങ്ങനെ 2 സിനിമകൾ കിട്ടി. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഷംസു ആണ് സിനിമയുടെ സംവിധായകൻ, ജനിത് കാച്ചപ്പള്ളിയാണ് റൈറ്റർ, സൽമാനും ആമിറും നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആൾക്കാരാണ്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് അഭിലാഷം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടുന്നത്. ഇതേപോലെ ഭരതനാട്യത്തിനും ആദ്യമായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സാണ് ബെസ്റ്റ് മൂവി OTT മൂവിക്ക് വേണ്ടിയിട്ട് ഒരു അവാർഡ് തന്നത്. അങ്ങനെ അഭിലാഷത്തിന് ഒരു അവാർഡ് കിട്ടുന്നു. ഈ അംഗീകാരം ഞങ്ങളെല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ആക്ച്വലി. സൂപ്പർ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പൊന്നമ്മ ചേച്ചി നിൽക്കുകയാണ്. പൊന്നമ്മ ചേച്ചി, സൈചേട്ടൻ കഴിഞ്ഞ വർഷത്തെ ഈ വർഷമൊക്കെ അവാർഡ് ഇങ്ങനെ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ. ഇപ്പൊ ഷെഫ് സാറും ഇവിടെയുണ്ട്. ഒരു ഡിഷ് സൈചേട്ടൻ ഇപ്പൊ കൊടുക്കാനാണെങ്കിൽ ഏത് ഡിഷായിരിക്കും കൊടുക്കുക? ഏത് ഓപ്റ്റ് ചെയ്യും? സജസ്റ്റ് ചെയ്യുന്ന ഡിഷ് പൊന്നമ്മ ചേച്ചി വച്ചു കൊടുക്കാനാണെങ്കിൽ ഏത് കൊടുക്കും? സൈചേട്ടന് സുന്ദരനാണ്, സുമുഖനാണ്, സൽസ്വഭാവിയാണ്. സൈജു കുറുപ്പിന് ഏത് ഡിഷാണ് ഇഷ്ടം? ഫിഷാണോ ഇഷ്ടം? എന്താ, മുളക് അരച്ചതാണോ തേങ്ങ അരച്ചതാണോ? എങ്ങനെയായാലും കുഴപ്പമില്ല. ചെമ്മീൻ ഇഷ്ടമാണോ? പെട്ടെന്ന് വെക്കാന്നൊരു ചെമ്മീൻ പറയട്ടെ. കുറച്ച് ചെമ്മീൻ എടുക്കുക, കുറച്ച് ഉള്ളി പൊളിച്ചിടുക, ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇച്ചിരി ഉപ്പിട്ട് മഞ്ഞളിട്ട് പുരട്ടി അങ്ങോട്ട് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഇടുക, കടുകിടുക, കറിവേപ്പില ഇടുക, കുറച്ച് മുളക് പൊടി അതിലോട്ട് താളിക്കുക. ഈ ചെമ്മീൻ അങ്ങ് തട്ടുക. എന്നിട്ട് അങ്ങോട്ട് ചിക്കി അങ്ങ് എടുത്തിട്ട് ചൂട് ചോറങ്ങ് എടുത്തിട്ട് അങ്ങോട്ട് ഉരുട്ടി അങ്ങ് കഴിക്കുക. അതാണ് പൊന്നമ്മ ചേച്ചി കൊടുക്കാൻ പോകുന്നത്. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറി, പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ഷെഫ് സാറിനാണെങ്കിലോ ഒരു ഡിഷ് പേര് പറഞ്ഞാൽ മതി. ചേച്ചി ഏത് കൊടുക്കും ഷെഫിനെ മയക്കാനായിട്ട്? മയക്ക് വീട്ടിൽ വരണം ഷെഫിന് മയക്ക് വീട്ടിൽ കൊണ്ടുവരണം. അല്ല, കേട്ടില്ല, എന്താ പറഞ്ഞേ? മയക്ക് വീട്ടിൽ കൊണ്ടുവരണം. ആ ഡിഷ് കൊടുത്തിട്ട് ഏത് ഡിഷ് കൊടുത്തായിരിക്കും ഷെഫിനെ മയക്കി കൊണ്ടുവരുന്നത് വീട്ടിലോട്ട്? ഫിഷ് നിർവാണി ആയിരിക്കും. ഷെഫിനെ നീർവാണിയുടെ ആളാണല്ലോ, അതുകൊണ്ട് നീട്ടി പിടിക്കണമെങ്കിൽ നീർവാണി തന്നെ പിടിക്കണം. നിർവാണ കൊടുത്താണ് ഷെഫിന്. അതുകൊണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം. വലിയൊരു കലാകാരിനെ ഇന്നത്തെ ഒരു സാന്നിധ്യം അറിയിക്കാനായിട്ട് ഞങ്ങൾക്കിവിടെ ഒരു കലാകാരിനെ ഇവിടെ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ആദരവിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അത് നൽകാൻ വേണ്ടി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഫൗണ്ടർ കൂടിയായ ഞങ്ങളുടെ ഷാൽബിൻ വിനയൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. ഷാൽബിൻ,
ഒപ്പം തന്നെ ഞങ്ങളുടെ സീനിയർ ആങ്കർ കൂടിയായ രഞ്ജിനി മേനോൻ, രഞ്ജിനി ചേച്ചീനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഈ ഒരു മൊമെൻറ്റിൽ സാന്നിധ്യത്തിനായിട്ട്. ഇനി ഞങ്ങളുടെ ആദരം, ഞങ്ങളുടെ സ്നേഹം അറിയിക്കാൻ പോകുന്നത് മറ്റാർക്കുമല്ല, മലയാളികൾക്കൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാതെ ആരെങ്കിലും അപ്രപാളികളിലും ഒരുപോലെ തിളങ്ങുന്ന ഞങ്ങളുടെ സ്വന്തം KPSC ലീല ചേച്ചി. ഓണർ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണ് ഞങ്ങളിവിടെ ലീല ചേച്ചിക്ക് നൽകി അംഗീകരിക്കാൻ പോകുന്നത്. എത്രയോ വർഷമായിട്ട് അരങ്ങിന്റെ ശക്തി നമുക്ക് മുന്നിലേക്ക് എത്തിച്ച ഒരു മഹത്തായ കലാകാരി കൂടിയാണ്. ഇക്കോ എന്ന സിനിമയിൽ പോലും മ്ലാത്തി ചേട്ടത്തിയായി ശബ്ദമായി നമുക്ക് മുന്നിലെത്തിയത് KPSC ലീല ചേച്ചിയാണ്. ഷാൽബിൻ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഫൗണ്ടർ കൂടിയാണ്. ഷാൽബിനാണ്. ഒപ്പം തന്നെ രഞ്ജിനി ചേച്ചിയും കൂടെ ചേർന്നിട്ട് പൊന്നാട ചാർത്താണ്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഈ മഹത്തായ കലാകാരിക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അനവധി കഥാപാത്രങ്ങളായി അരങ്ങിലൂടെ നമുക്ക് മുന്നിൽ മിന്നിയ ഈ മഹത് പ്രതിഭയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നു. KPSC ലീല ചേച്ചി. ഇനി മിമെന്റോ നൽകുന്നത് ഞങ്ങളുടെ രഞ്ജിനി ചേച്ചിയാണ്. ഓണർ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണ് ഞങ്ങളുടെ ലീല ചേച്ചിക്ക് ഞങ്ങൾ നൽകുന്നത്. രഞ്ജിനി ചേച്ചി, പ്ലീസ് ഡു ദി ഓണർ. ഞങ്ങളുടെ ഡാസ്ലർ ഓണർ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണ് ഞങ്ങളിവിടെ ലീല ചേച്ചിക്ക് നൽകുന്നത്. ഞങ്ങളുടെ വേദിയിൽ ഇന്ന് അരങ്ങേറുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെന്റ്. ഇനി ഡാസ്ലർ റിട്ടേൺ നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂടി ഷാൽബിൻ നൽകുകയാണ്. സോ ലീല ചേച്ചിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റും കൂടിയാണ്. ട്രോഫിയും ഇതും സ്വീകരിക്കാം. സർട്ടിഫിക്കറ്റ് രഞ്ജിനി ചേച്ചി അഗൈൻ. സർട്ടിഫിക്കറ്റ് അഗൈൻ. ഡൺ. ലീല ചേച്ചി സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് രഞ്ജിനി ചേച്ചിയോട് ഞാൻ ചോദിക്കുകയാണ്. കാരണം എത്രയോ വേദികളിൽ ലീല ചേച്ചിയുമായിട്ട് സാന്നിധ്യം പങ്കിടാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ച ആൾ കൂടിയാണ്. സോ ഈ ഒരു മൊമെന്റിൽ എന്താണ് രഞ്ജിനി ചേച്ചിക്ക് പറയാനുള്ളത്? നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ വേദിയിൽ ഇങ്ങനൊരു ഡ്യൂട്ടി ചെയ്യാൻ സാധിച്ചതിൽ. ഞാൻ ലീല ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മലയാളികൾക്ക് ഒരു പഴയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ലീല ചേച്ചി പഴയ KPSCയുടെ നാടകങ്ങളിലൂടെയാണ് കലാരംഗത്തേക്ക് വന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറേ കാലങ്ങൾക്ക് മുമ്പ് കമൽ സാറിൻ്റെ നടൻ എന്ന ചിത്രത്തിൽ എൻ്റെ മകൾ അഭിനയിക്കുകയായിരുന്നു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട്. അന്ന് ലളിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കഥ പറയട്ടെ? ഓക്കെ. ലളിത ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ കൊല്ലത്തുണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, ഈ KPSC ലീല. ഞാൻ പറഞ്ഞു, അറിയാം, നമുക്കൊക്കെ അറിയാം. അപ്പോൾ പറഞ്ഞു, എന്തൊരു കഴിവുള്ള ആക്ട്രസ്സാണ്, നടിയാണെന്ന് അറിയാമോ, പക്ഷേ ലീല ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ലീല ഇങ്ങോട്ട് വിളിക്കണം, നമുക്ക് ഒന്നിച്ച് ഊണ് കഴിക്കണം എന്ന് പറയുന്നു. അങ്ങനെ കമൽ സാറിനോട് പറയുന്നു, ഞങ്ങൾ ലീല ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുന്നു. ലീല ചേച്ചി വരുന്നു. ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ വളരെയധികം അടുത്തു. ഇതൊരു 10 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞങ്ങൾ ലീല ചേച്ചിയുടെ ഒരു ആഗ്രഹം, ലീല ചേച്ചിയുടെ അല്ല, ലളിത ചേച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നു ലീല ചേച്ചി സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത്. പഴയ കാലത്ത് ചേച്ചിയുടെ നാടകങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഓർമ്മയിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാണ് KPSC ലീല എന്ന, ഒരുപക്ഷെ ലളിത ചേച്ചിയേക്കാളും സീനിയറാ അല്ലേ? ആണ്. അപ്പോൾ ലീല ചേച്ചി ഈ രംഗത്തേക്ക് വരണം എന്നുള്ളത്, അത് ആ പ്രഡിക്ഷൻ സംഭവിച്ചു. ലീല ചേച്ചി ഇന്ന് ലീല ചേച്ചി നമ്മൾ മലയാളത്തിലെ സിനിമക്കാരുടെ ഒക്കെ ഇഷ്ടമുള്ള നടിയാണ്. ശബ്ദം കൊടുക്കുന്ന ആർട്ടിസ്റ്റാണ്. ഇക്കോ എന്ന സിനിമയിൽ ശബ്ദവും കൊടുത്തു അല്ലേ? അങ്ങനെ ലീല ചേച്ചി തിരിച്ച് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ലീല ചേച്ചി വന്നതിന് ശേഷം ഇങ്ങനൊരു വേദി ഡിജിറ്റൽ മീഡിയയിൽ വരെ സാന്നിധ്യമായി കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. അത് എനിക്കങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഒരു ബിഗ് താങ്ക് യു. ഇങ്ങനൊരു കാര്യം നിങ്ങൾ നിശ്ചയിച്ചു, ലീല ചേച്ചിയെ വിളിച്ചു എന്നുള്ളതിൽ എല്ലാ ഗുരുത്വവും എല്ലാ സന്തോഷവും എല്ലാം നിറവോട് കൂടിയാണ് ഈ വേദിയിൽ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. സന്തോഷം. താങ്ക് യു മീര. ചേച്ചി സംസാരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫൗണ്ടർ ഷാൽബിനാണ് ഇനി പറയുന്നത്. ഷാൽബിൻ, ഒരു കാര്യം അറിയോ? വിജയരാഘവൻ ചേട്ടനും ചേച്ചിയും കൂടെ ലൈവായിട്ട് ഞങ്ങളൊരു സ്റ്റേജിൽ പങ്കിട്ടിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ്. അന്ന് വിജയരാഘവേട്ടൻ പറഞ്ഞത്, കുട്ടേട്ടൻ പറഞ്ഞത്, ഒരു കാലത്ത് നാടകവേദികളിൽ ഏറ്റവും കൂടുതൽ പ്രണയ ലേഖനങ്ങൾ തേടിയെത്തിയ സുന്ദരിയായിരുന്നു ലീല ചേച്ചി എന്നാണ്.
അമ്മാതിരിയുള്ള സൗന്ദര്യമായിരുന്നു. ആണുങ്ങളെല്ലാവരും ഇങ്ങനെ ക്രഷ് അടിച്ചിരുന്ന നാടകം കണ്ടൊരു മൊമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാൽബിൻ എന്താണ് പറയാനുള്ളത്? ചേച്ചീൻ്റെ അടുത്തൊക്കെ ഈ ഒരു സ്റ്റേജ് സ്ക്രീൻ പ്രസസ് കിട്ടിയതിന് ഞാൻ ഭയങ്കര കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു ചേച്ചി, മൈൽ സ്റ്റോണിൽ വന്നതിന്. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. അതെ, ലീല ചേച്ചി ഇപ്പൊ സുന്ദരിയല്ലേ? സുന്ദരിയല്ലേ ലീല ചേച്ചി? സുന്ദരിയല്ലേ? ആണ്. ചേച്ചി എത്ര പ്രണയലേഖനം മാക്സിമം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞൊന്ന് തുടങ്ങണം. ഒത്തിരി പ്രണയലേഖനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അല്ല, എന്നാലും കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന് കുട്ടേട്ടൻ പറഞ്ഞു, അതായത് കൈയൊക്കെ മുറിച്ചു വരെ പ്രണയാഭ്യർത്ഥന നടത്തിയ ഒരുപാട് വലിയ മുതലാളിമാരൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. KPSCയിൽ വരുന്ന കത്തുകളെല്ലാം അവരെടുത്തു വെക്കും, ഞങ്ങൾക്ക് ആർക്കും തരില്ല, ആർക്കും കൊടുക്കില്ല. വീട്ടിൽ വരുന്നതെല്ലാം അച്ഛനെടുത്ത് മാറ്റി വയ്ക്കും. അങ്ങനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ ഓഫീസിലുള്ള ഓരോരുത്തർ അങ്ങനെ ഡാൻസിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ, കത്തിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറയും. ഓ, ലീലയുടെ പാദസ്വരങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരും എന്നെ കളിയാക്കി ഇങ്ങനെ പറയുമായിരുന്നു. അല്ലാണ്ട് കത്തുകളൊന്നും വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എന്നാലും ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പം മ്ലാത്തി ചേട്ടത്തിയായിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു മൊമെന്റ് അതിൽ നമുക്കൊന്ന് ചേച്ചി ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എക്കോയില്? കാരണം ഇന്നത്തെ ജനറേഷൻ ഞാൻ ഓർമ്മിക്കുന്നില്ല, ഞാൻ അഭിനയിക്കാത്തതല്ലേ. അപ്പൊ കിട്ടിയ ഡയലോഗ് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഞാൻ കാണാതെ ഒന്നും ഓർമ്മിക്കുന്നില്ല. എന്നാൽ ഏത് സീനാണ് ചേച്ചി അതിൽ ഏറ്റവും ചേച്ചി കുറച്ചധികം കഷ്ടപ്പെട്ട് ചേച്ചി ചെയ്തത്? ഒരുപാട് ചേച്ചിക്ക് കഷ്ടപ്പാടില്ല എന്നറിയാൻ ചെയ്യാനായിട്ട്, എന്നാലും ചേച്ചി ഭയങ്കരമായിട്ടും ചങ്കി തട്ടി ചേച്ചി ചെയ്തൊരു മൊമെന്റ്. ലാസ്റ്റ് മൊമെന്റില് അവനോട് പറയുന്നുണ്ട്, നിന്നെ അറിയുന്നത് വരെ എന്നൊരു വാചകം പറയുന്നുണ്ട്. അതായിരുന്നു അത് അതിലേക്ക് വീഴാൻ കുറച്ച് താമസം വന്നുപോയി എന്നുള്ളതേ ഉള്ളൂ. ഇതിലേ മീര, ഒരു കാര്യമുണ്ട്, ഈ പണ്ടത്തെ നാടകം എന്ന് പറഞ്ഞാൽ ഈ അഭിനയിക്കുന്നവർ തന്നെയാണ്, അഭിനയവും പാട്ടും ഒക്കെ അവർ തന്നെയാണ്. അപ്പൊ KPSC നാടകങ്ങളിൽ പാട്ടെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു അന്നത്തെ കാലത്തും ഇന്നും. അങ്ങനെ ഏതെങ്കിലും പാട്ട് ചേച്ചി പാടി അഭിനയിച്ച പാട്ട് ഓർമ്മയുണ്ടോ? എനിക്ക് പാട്ടറിയില്ലായിരുന്നു, എനിക്ക് വേറെ ആൾ പാടുമായിരുന്നു. ഞാൻ നർത്തകിയായിരുന്നു. കേരള കലാമണ്ഡലത്തിൽ നിന്ന് മോഹിനിയാട്ടവും അവിടെ നിന്ന് ഭരതനാട്യമൊക്കെ പഠിച്ചിട്ട് അവിചാരിതമായിട്ട് നാടകത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. ഈ നാടകം ഇഷ്ടമേ അല്ലായിരുന്നു. അങ്ങനെ എന്നെ അവർ പറഞ്ഞയക്കാനൊക്കെ ഇരുന്നതാ. പിന്നെ കണ്ടാൽ വേണ്ടില്ല, അതുകൊണ്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി. പിന്നെ നായികാസ്ഥാനത്തെത്തി ഒത്തിരി ആരാധകരെ സമ്പാദിക്കാൻ ആ കാലത്ത് കഴിഞ്ഞു. ഞങ്ങളുടെ വാൻ പോകുമ്പോൾ എതിരെ വണ്ടികൾ വന്ന് നിർത്തി, ലീലയെ ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട്. അന്നൊക്കെ അത് വളരെ സന്തോഷത്തോടെ കണ്ടിരുന്നു. ഇന്ന് പിന്നെ എല്ലാം പോയില്ലേ. പക്ഷെ നിറഞ്ഞ കൈയടി നൽകണം ചേച്ചി. ഇനിയും ഞങ്ങളോടൊപ്പം വേദിയിൽ ഉണ്ടാകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഈ ഒരു മൊമെന്റിൽ.